സുഖദുഃഖമിശ്രമല്ലേ, രാമകഥ കേട്ടാൽ അറിഞ്ഞുകൂടെ, ജീവിതം സുഖദുഃഖമിശ്രമല്ലേ. എന്നാലേ ജീവിതം പൂർണ്ണമാകൂ, നാമജപത്തിനാൽ മോക്ഷം നേടൂ, നാമജപത്തിനാൽ മോക്ഷം നേടൂ. ദശരഥപുത്രനാം രാമചന്ദ്ര, ദേവാദിദേവാ സീതാപതേ, പാഹി മാം ദേവാദിദേവാ, മോക്ഷം തരു തവ പാദങ്ങളിൽ. ദശരഥപുത്രനാം രാമചന്ദ്ര, ദേവാദിദേവാ സീതാപതേ, പാഹി മാം ദേവാദിദേവാ, മോക്ഷം തരു തവ പാദങ്ങളിൽ. രാമ ഹരേ ജയ രാമ രാമ, ലോകൈകദേവാ രാമചന്ദ്ര, ലക്ഷ്മണ സോദര ദേവദേവാ, രാമ ഹരേ ജയ രാമ രാമ. This program sponsored by SKB Syllabus വെളിച്ചെണ്ണ. ഓരോ തുള്ളി കൃഷ്ണ ഗോവിന്ദ പീതാംബര. Krishna
ഷാഢ്യം പിടിച്ച് പുറപ്പെടുമ്പോൾ പിന്നെ അമ്മ പറയും പോണ്ട മോനെ അവിടെ പോയാൽ ശുദ്ധം മാറുന്നു. അപ്പം കൂട്ടാക്കാതെ മോൻ പോയിട്ട് അവിടെ ഉത്സവത്തിന് വേണ്ടി കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ മദ്യം മാംസമൊക്കെ കഴിക്കുകയാണ് അവർ. അപ്പം കഴിക്കുമ്പോൾ അവനെ വിളിച്ചാൽ പോകാൻ പോയില്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞ് തിരിഞ്ഞു ഓടും. അപ്പോൾ അവൻ്റെ വഴിയിലെ വന്നിട്ട് ഉമ്മയിലൊക്കെ മദ്യം മാംസമൊക്കെ തെറിപ്പിക്കും, അങ്ങനെ ശുദ്ധം മാറ്റും. പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് വരുമ്പം അമ്മ അടുക്കാൻ സമ്മതിക്കില്ല, ഇനി തൊടാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ നീ ഞാൻ എവിടെ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ കാരകളിപ്പറമ്പിൽ അവിടെ ഒരു ചാപ്പൻകോട്ട പണിയിട്ട് അവിടെ ചാതപ്പണി ഇരുത്തും. പിന്നെ എപ്പോഴാണ് കാണാൻ പറ്റുകയെന്ന് ചോദിക്കുമ്പോൾ കൊല്ലത്തിലൊരു ദിവസം തുലാമാസത്തിലെ കറുത്ത വാവിൻ്റെ അന്ന് പിന്നെ വന്നാൽ അന്ന് കാണാമെന്ന് പറയും. അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി തുലാമാസമായാൽ തന്നെ വേഗം പെട്ടെന്ന് ദിവസം പോവും, രാത്രി വേഗം സന്ധ്യയാവും. അമ്മയ്ക്ക് അമ്മേനെ കാണാൻ തിരക്ക്, ഇങ്ങനെ ഓടി മകൻ അമ്മേൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്ക് അമ്മ ബാക്കോട്ട് മാറും. ഇങ്ങനെ ശുദ്ധം മാറിയിട്ട് തൊടരുത്, ഇപ്പോഴും ആ തൊടൊന്നുമില്ല. അങ്ങനെ വന്ന് കടലിൽ നിന്ന് കുളിച്ച് കടപ്പുറത്ത് കുളിച്ച് ഇവിടെ കുന്നത്ത് വന്നിരുന്ന് അവിടുന്ന് ഇവിടുന്ന് വരുമ്പോൾ പേടിയാട്ടേക്ക് പോകുമ്പോൾ കത്തങ്ങാട്ട് വന്നിരുന്ന് ക്ഷീണം മാറ്റി ഇവിടുന്ന് ഉണീര് കുടിച്ച് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടാണ് പോണത്. കൊണ്ട് മലബാർ മേഖലയിൽ ഉത്സവങ്ങൾക്ക് നാല് കുറിക്കുന്ന ഒരു സംഭവമാണ് ഈ കടലുണ്ടി വാവോത്സവം. ഈ വാവോത്സവത്തിൽ ചാതപ്പന എഴുന്നള്ളിക്കുന്ന ഇന്നത്തെ കാരണവരായിട്ടുള്ള കോട്ട വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നമുക്ക് അതിനെപ്പറ്റി വിശദീകരണം ചോദിക്കാം. അപ്പം പണ്ട് കാലത്ത് തന്നെ ഈ യാദവൻ്റെ ഈ ഇത് കാര്യങ്ങൾ തുടങ്ങുന്ന കാലത്ത് തന്നെ, അതായത് ഇതിന് വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അതായത് ബാലാതിരുത്തി എന്ന് പറഞ്ഞ തിരുത്തിയുണ്ട് ഇവിടെ. ആ തിരുത്തിയിലാണ് യാദവനെ ദേവീനെയും ആദ്യമായിട്ട് കിട്ടിയത്. ഈ ഉപ്പ് വിറ്റ് നടന്നിരുന്നൊരു വിഭാഗം, ഉപ്പുണ്ടാക്കി വിറ്റിട്ട് അങ്ങനെ അവർക്കാണ് ഈ ദേവീനെ കിട്ടിയത്. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ ഉപ്പ് വിട്ടിട്ട് ഉപ്പ് തീരാതെ ആയപ്പോൾ അവിടെ കിടന്നുറങ്ങി. അപ്പം പുലർച്ചയ്ക്ക് ഒരു എന്താണ് ഒരു മരമുണ്ട്, ചെമ്പകച്ചീനി എന്ന് പറഞ്ഞ മരത്തിൽ ഒരു ചെറിയൊരു കുട്ടി ഇങ്ങനെ വരുന്നത് കണ്ടിട്ടിപ്പോൾ ഈ മറ്റേ ഉപ്പ് കിട്ടിയെന്ന് പറഞ്ഞ ഓരോ പെങ്ങള് ഈ പുറത്തായി വയ്യ. അങ്ങനെയുള്ള സമയത്ത് ഇവർ
ഈ ഇയാൾ പെട്ടെന്ന് ഞെട്ടുകയാണെന്ന് നോക്കിയപ്പം ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. അപ്പം മൂപ്പര് ആളുകൾ ഒന്ന് ഭയന്ന് കരഞ്ഞു. അപ്പം പെങ്ങൾ വിചാരിച്ച് എന്തോ പറ്റിയതാണെന്ന് വിചാരിച്ചിട്ടേ